أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد الصمد الأحد الحميد المجيد رب العالمين الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر، والصلاة والسلام على المبعوث رحمة للعالمين البشير المبشر السراج المنير محمد بن عبد الله وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മഴ. മഴയ്ക്കു വേണ്ടി ജനങ്ങളെല്ലാവരും ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും മോഹിച്ചും ഇരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് വളരെ ശുഭകരമായ ലക്ഷണമാണ് നമ്മൾ കാണുന്നത് എന്ന് എല്ലാവരും മാനസികമായ സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നാദ്യമേ ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം അതൊന്നു മാത്രമാണ്. ഇസ്ലാം അല്ലാത്ത മറ്റൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതുപോലെ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, വളരെ വ്യക്തമായി ഖുർആൻ ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന, ഇനി കേൾക്കാൻ സാധ്യതയുള്ളവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ പിൻപറ്റിയ ആദർശം സത്യമാണോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടായതിനു ശേഷം മാത്രമേ പിൻപറ്റാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറയുന്ന ചോദ്യം ചെയ്യപ്പെടൽ നിങ്ങൾ പെടും. ഇല്ല എങ്കിൽ കണ്ടില്ലേ, ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല, മനസ്സിലാക്കിയിരുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ നരകത്തിൽപ്പെട്ടു പോയി എന്ന് പറയുന്ന അവസ്ഥയിൽ പെടേണ്ടി വരും. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ചിന്തിക്കാൻ തയ്യാറായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഈ ഇരിക്കുന്ന ഭൂരിപക്ഷം പേര് ഒരു 10-20 വർഷം മുമ്പ് തൗഹീദ് മനസ്സിലാക്കിയവരായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതൊരു പ്രസംഗം കേട്ടു, ഒന്ന് വായിച്ചു, ഒരു ഖുതുബ കേട്ടു, അങ്ങനെ കാര്യം മനസ്സിലാക്കി വന്നവരാണ്. അപ്പൊ തൗഹീദും ശിർക്കും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി വന്നവരാണ്. സുന്നത്തും ബിദ്അത്തും ഖുറാഫാത്തും ഇതൊക്കെ മനസ്സിലാക്കി വന്നവരാണ്. അത് ചിന്തിച്ച് മനസ്സിലാക്കി വന്നവരാണ്. ഒരു 10 വർഷം മുമ്പ്, 10-12 വർഷം മുമ്പ് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി. നമ്മുടെ പ്രസ്ഥാനത്തിൽ വേറൊരു സംഘം ചില പുതിയ പുതിയ വസ്വാസുകൾ ഉണ്ടാക്കി. അന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറായി. തൗഹീദും ബിദ്അത്തും സുന്നത്തും ഒക്കെ ശരിക്കും പറയേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ അത് പറഞ്ഞിട്ട് ജനങ്ങളെ അകറ്റരുത്. ആളുകളെ വെറുപ്പിക്കരുത് എന്ന അഭിപ്രായം ഉണ്ടായി നമ്മുടെ സംഘടനയിൽപ്പെട്ട ആൾക്കാർ. അതുപോലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളാണ്, കാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്, എന്നിട്ട് ജനങ്ങളെ ആകർഷിക്കണം, അങ്ങനെ ചില അഭിപ്രായങ്ങൾ ഉണ്ടായി. അത് നമ്മൾ ആൾക്കാർ അത് കേട്ടപ്പോൾ
സത്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി, അങ്ങനെ ഉണ്ടോ? പക്ഷെ പഠിക്കാൻ തയ്യാറായപ്പോൾ മനസ്സിലായി ഇത് ശരിയല്ല എന്നതുപോലെ പഠിക്കാൻ തയ്യാറാകണം എന്നാണ് ആമുഖമായി ഈ വിഷയം സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജീവിതത്തിലുടനീളം നമ്മളെ ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് യാതൊരു തകരാറും ഇരിക്കുന്നിടത്തോളം കാലം, ഒരു തകരാറും വരുത്താത്തിടത്തോളം കാലം പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. ഞങ്ങൾ അവിടെയൊക്കെ ഉള്ള ചിലര്, എന്റെ ഒരു ബന്ധു, എന്റെ ഒരു വളരെ അടുത്ത ബന്ധു നമ്മളെ കമ്മിറ്റിയിൽ, ഞങ്ങളെ തിരുക്കാട് മഹല്ല് മുജാഹിദ് പള്ളിയിലുള്ള സലഫി മസ്ജിദിലുള്ള ഒരു ഭാരവാഹി ഈ വിഷയം സംസാരിക്കാൻ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാഠമായിട്ട് പറയാം, ആ വർത്താനൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ വിചിന്തനത്തിൽ വന്നിട്ടുണ്ട്, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്ക് ഒരു ഭക്ഷണം എന്ന് മുന്നിൽ പോയത്. ഇതാണ് പ്രശ്നം. വിചിന്തനത്തിൽ കളവാണ് വന്നതെങ്കിൽ നിങ്ങൾ പിൻപറ്റുന്നത് കളവാവൂലേ? അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായില്ല. അതായത് നമ്മുടെ പ്രസ്ഥാനം പറയുന്നത്, നമ്മുടെ എപിയും ടിപിയും അദർമാ സലഫിയൊക്കെ പറയുന്നത് സത്യമല്ലാതിരിക്കുമോ? അവരിക്കാലം വരെ നമ്മളെ സത്യത്തിലൂടെയല്ലേ നയിച്ചത്? അവരൊരു ബാത്തിലിനെ സഹായിക്കുമോ? അതുണ്ടാവുമോ എന്ന് ഭൂരിപക്ഷം പേരും മനസ്സിലാക്കും. അത് വളരെ അപകടകരമായ ഒരു ചിന്തയാണ്. അങ്ങനെ മനസ്സിലാക്കാവുന്ന തെറ്റ് പറ്റൂല എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരാളെ ലോകത്തെ ഒരാളെ ഉള്ളൂ എന്നാണ് നമ്മൾ ജനങ്ങളെ മുഴുവൻ പഠിപ്പിച്ചത്. നമ്മളും അത് പഠിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. തെറ്റ് പറ്റാത്ത മാസൂമായ ഒരു മഖ്ലൂഖിനെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളൂ. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആർക്കും തെറ്റുപറ്റാം. അത് ആര് പറഞ്ഞാലും അത് ഖുർആന്റെയും സുന്നത്തിന്റെയും സലഫി മൻഹജിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് മാറ്റിവെച്ച് നോക്കണം. ആ ഒരു ചിന്തയില്ലെങ്കിൽ വഴികേടിൽപ്പെട്ടു പോകും എന്നതിന് യാതൊരു സംശയവുമില്ല. പിന്നെ എന്റെ വിഷയമായ സലഫി മൻഹജ്, സലഫുകളുടെ പാത എന്ന വിഷയം വളരെ വിശദമായി സംസാരിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഖുർആനിലും സുന്നത്തിലും ഉള്ള കാര്യങ്ങൾ സലഫി മൻഹജ് അനുസരിച്ച് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന വിഷയം മടവൂരികളുമായുള്ള ചർച്ചയിൽ ജമിയത്തുൽ ഉലമ എഴുതി വെച്ച ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. സലഫുകളുടെ പാത ഇത് 5ാം മദ്ഹബാണ്, ഗൾഫ് ഇറക്കുമതിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല. സലഫികൾ മനസ്സിലാക്കിയ രൂപത്തിൽ സലഫിന്റെ പാതയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ നമ്മൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പൊ സംഘടന എന്ന് പറഞ്ഞ് നടത്തുന്ന ആൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട തെളിവുകൾ, കിതാബുകളിൽ നിന്നുള്ള ഇബാറത്തുകൾ, അതുപോലെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ കൂടുതൽ വായിച്ച് സമയം വിനിയോഗിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആർക്കെങ്കിലും നമ്മളെ എതിർക്കുന്ന അപ്പുറത്തുള്ള ഇപ്പൊ നമ്മളെ എതിർക്കുന്ന ആൾക്കാർക്കും സലഫുകളുടെ പാത ഒഴിവാക്കണം എന്ന് അഭിപ്രായമുള്ളവരല്ല. പക്ഷെ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് സലഫുകളുടെ പാതയിലാണോ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നേതാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഏതാനും അനുഭവങ്ങളിലൂടെ, ചില ചരിത്രങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി തന്നെ ഞാൻ ആവശ്യപ്പെടുകയാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ കേരളത്തിൽ സലഫി പ്രവർത്തനം തുടങ്ങുന്നത് കേരള KNM അല്ല. അതിനു മുമ്പുണ്ടായിരുന്ന ജമിയത്തുൽ ഉലമയും അല്ല. അതിനു മുമ്പുണ്ടായിരുന്ന ഐക്യസംഘമാണ് ഏറ്റവും ആദ്യമായി കേരളത്തിൽ സംഘടിക്കപ്പെട്ട സലഫി സംഘടന. അതിനു മുമ്പ് ഒരുപാട് പണ്ഡിതന്മാർ വ്യക്തിപരമായി ഈ കേരളത്തിലുടനീളം വലിയ കൊടുങ്കാറ്റ് പോലെ പ്രവർത്തിച്ച മക്തി തങ്ങളെ പോലെയുള്ള സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങളെ പോലെയുള്ള ആൾക്കാരും പ്രവർത്തിച്ചിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് മാഹി ഹമദാനി തങ്ങൾ,
1922 മരണപ്പെട്ടു. അതുപോലെ 1873 ജനിച്ച് 1932 മരണപ്പെട്ട വക്കം മൗലവി എന്ന പേരിൽ അറിയപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1883 ജനിച്ച് 1938 മരണപ്പെട്ട മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഇന്നത്തെ നമ്മൾ ഇന്ന് കാണുന്ന മതവിദ്യാഭ്യാസത്തിന്റെ അടിത്തറ രൂപം കൊടുത്ത ആൾ. ഇവരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ വെച്ച് ആണ് ഐക്യസംഘം രൂപീകരിക്കപ്പെടുന്നത്. അവിടെ ഈ മാഹി ഹമദാനി തങ്ങളുടെ പ്രവർത്തനം ധാരാളം നടന്നിട്ടുണ്ട് എന്ന് സീതി സാഹിബ്, മുസ്ലിം ലീഗിന്റെ സ്ഥാപകനായിരുന്ന ഏറ്റവും ആദ്യകാല പ്രമുഖ നേതാവായിരുന്ന സീതി സാഹിബ്, പ്രമുഖ മുജാഹിദുമായിരുന്ന സീതി സാഹിബ് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാഹി ഹമദാനി തങ്ങൾ അവിടെ വന്നതുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ പ്രദേശത്ത് തൗഹീദ് ഉൾപ്പെട്ട ധാരാളം പേർ ഉണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂരിൽ ധാരാളം സമ്പന്നരായ മുസ്ലിം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലുള്ള കക്ഷിവഴക്കുകളും തറവാട്ട് പോരുകളും ഒക്കെ തീർക്കാൻ വേണ്ടി നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു സംഘം അവരുണ്ടാക്കി. 1922 2 വർഷം കഴിഞ്ഞപ്പോൾ നിഷ്പക്ഷ സംഘം എന്ന പേര് കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേര് അപ്പോഴാണ് സ്വീകരിച്ചത്. അങ്ങനെ ഐക്യസംഘത്തിന്റെ 2ാം വാർഷിക യോഗത്തിൽ 1924 ആലുവയിൽ വെച്ച് കേരളത്തിൽ അറിയപ്പെട്ട ഉലമാക്കളെ എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട്, അന്നിവിടെ സുന്നി സംഘടന ഒന്നും ഇല്ല, പ്രത്യേകം മനസ്സിലാക്കി, സുന്നിയില്ല, ജമാഅത്തില്ല, ഒന്നുമില്ല. ആദ്യമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ആദ്യകാല നേതാക്കന്മാർ നടന്ന് പണ്ഡിതന്മാരെല്ലാവരെയും ആലുവയിലേക്ക് ക്ഷണിച്ച് ഐക്യസംഘത്തിന്റെ 2ാം വാർഷിക യോഗത്തിൽ ഒരു സംഘടനക്ക്, പണ്ഡിതന്മാരുടെ ഒരു സംഘടനക്ക് രൂപം കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പൊ പണ്ഡിതന്മാർ സംഘം രൂപീകരിക്കണം എന്നതിന് എന്താണ് തെളിവ്, ദലീൽ എന്താണ് എന്ന് സദസ്സിൽ നിന്ന് ഒരു പണ്ഡിതൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇ കെ മൗലവി സാഹിബ് പറഞ്ഞു, വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ബിൽ മഅറൂഫ്, നിങ്ങളിൽ നിന്ന് നല്ലത് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംഘം ഉണ്ടാവട്ടെ എന്ന ആയത്ത് അദ്ദേഹം പോയി കേൾപ്പിച്ചു. അപ്പൊ ഈ പണ്ഡിതൻ ചോദിച്ചു, അത് ആയത്തല്ലേ, പക്ഷെ ദലീൽ എവിടെ എന്ന് ചോദിച്ചു. അതായത് അന്ന് പണ്ഡിതന്മാർക്കും മുസ്ലിം ജനസാമാന്യത്തിനും ഒക്കെ വരെ പണ്ഡിതന്മാർക്കടക്കം ഉണ്ടായിരുന്ന ധാരണ മതത്തിലൊരു രേഖ എന്ന് പറയുന്നത് കിതാബുകളിലെ ഇബാറത്തുകളാണ്, പണ്ഡിതന്മാർ എഴുതി വെച്ച ഇബാറത്തുകളാണ് എന്നാണ് ധരിച്ചിരുന്നത്. ഖുർആൻ ഒരു രേഖയാണ് എന്ന് പോലും, ഇന്ന് പ്രാഥമിക ധാരണ പോലും നമുക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ഈ പണ്ഡിതങ്ങൾ ചോദിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ്. ഇന്നിപ്പോ ഏതൊരു കാര്യത്തിലും ആയത്താണ്, അള്ളല്ലാത്തവരെ വിളിച്ച് തേടാനും ആയത്താണ്, മൗലൂദ് ഓതാൻ ആയത്താണ്. ഇന്ന് നേരെ പറഞ്ഞു. ഞാൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയത് അന്നത്തെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ജമീയത്തുൽ രൂപീകരിച്ചു. കേരള മുസ്ലിം ഐക്യസംഘം ഓരോ വർഷവും വിപുലമായ തോതിൽ വാർഷിക യോഗങ്ങൾ സംഘടിപ്പിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥലങ്ങൾ. ആ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നുണ്ട്. 1934 വരെ കേരള ജമിയത്തുൽ ഉലമ ഐക്യസംഘത്തിന്റെ ഒരു ഉപദേശക സമിതി എന്നാണ് പ്രവർത്തിച്ചിരുന്നത്. 34 അവർ പറഞ്ഞു, ഐക്യസംഘവും ജമിയത്തുൽ ഉലമയും ഒരേ പ്രവർത്തനമാണല്ലോ നടത്തുന്നത്, അതുകൊണ്ട് ഐക്യസംഘം എന്ന പേരിൽ ഇതൊന്നും വേണ്ട, ഇനി ജമിയത്തുൽ ഉലമ മതി എന്ന് തീരുമാനിച്ച് ജമിയത്തുൽ ഉലമ സ്വന്തമായി പ്രവർത്തിക്കാൻ ആരംഭിക്കുക. പക്ഷേ അന്നും രജിസ്ട്രേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. 1933 ജനുവരി 23 ജമീയത്തുൽ ഉലമക്ക് ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് 1933. ഇതിനുശേഷം കാര്യമായെടുത്ത ഒരു തീരുമാനം 1947 ജമിയത്തുൽ ഉലമയുടെ
ആഭിമുഖ്യത്തിൽ ജമിയത്തുൽമയുടെ നേരിട്ടുള്ള മേലോട്ടത്തിൽ ഒരു അറബി കോളേജ് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. കാരണം അന്നത്തെ അറബി കോളേജുകൾ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന വാഴക്കാട് ദാറുൽ അറബി കോളേജ് അടക്കം അതിന്റെ നടത്തിപ്പുകാരുടെ താല്പര്യത്തിനനുസരിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്, പണ്ഡിതന്മാർ തന്നെ നടത്തുന്ന പണ്ഡിതന്മാരുടെ താല്പര്യത്തിനനുസരിച്ച് നടത്തുന്ന ഒരു സംഘടന മതി, മുതലാളിമാർ വേണ്ട, എന്മാരെ പൈസ വാങ്ങുന്നില്ല, അല്ലാണ്ട് അവരുടെ നിയന്ത്രണങ്ങൾ ഉണ്ടാകരുത്. ഇപ്പോ നമ്മൾക്ക് വന്നിട്ടുള്ള ഒരു ദുര്യോഗം ഈ അവസ്ഥയിൽ മുതലാളിമാരുടെ ഇച്ഛകൾക്കനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങുന്ന ഒരവസ്ഥ ആയിട്ടുണ്ട് എന്ന് വളരെ അടുത്ത സംഘടനയെ അറിയുന്നവർക്കല്ല, അത് സന്ദർഭികമായി ഞാൻ പറയുന്നത്. അങ്ങനെ ജമിയത്തുൽമ രൂപീകരിച്ചു. പിന്നെ മദീനത്തുൽ അറബി കോളേജ് ഉണ്ടായി, അതിനുശേഷം മോഹം വനിതാ അറബി കോളേജ് ഉണ്ടായി. ഇതിന് ശേഷം MCC അബ്ദുറഹ്മാൻ മൗലവിയാണ് വളരെ സുപ്രധാനമായ പല പ്രവർത്തനങ്ങളും നടത്തി. വലിയ പ്രസിദ്ധമായ വാദപ്രതിവാദങ്ങൾ നിങ്ങൾക്കറിയാലോ. നേരം വെളുക്കും വരെ ഖുറാഫി മുസ്ലിയാക്കന്മാർക്ക് മറുപടി പറയാതെ ബുദ്ധിമുട്ടിയ 300 വാദപ്രതിവാദത്തിലെ ചോദ്യം, അതല്ലാത്തവരെ വിദേശികളെ കാക്കണേ, ബന്ധിങ്ങളെ രക്ഷിക്കണേ എന്ന ചോദ്യം എന്ന മരിച്ചുപോയതിനുള്ള പ്രാർത്ഥന വിളിച്ചു തേടലിന് എന്തെങ്കിലും തെളിവുണ്ടോ ഖുറാനിൽ നിന്ന് എന്ന ചോദ്യത്തിന് നേരം വെളുക്കുമ്പോഴും മറുപടി പറയാൻ സാധിക്കാതെ 300 വാദപ്രതിവാദം പോലെയുള്ള വാദപ്രതിവാദങ്ങളെ ചുക്കാൻ പിടിച്ചെടുത്ത് MCC ബ്രഹ്മമാണ്. 947 പണ്ഡിതന്മാരല്ലാത്തവർക്കും ഒരു സംഘടന വേണം എന്ന് തീരുമാനമെടുത്ത് പിന്നീട് 951 കുറച്ച് 47 ആലോചന വന്നെങ്കിലും 47 ഏപ്രിൽ 12 നിർവാഹക സമിതി എല്ലാം തീരുമാനമെടുക്കുന്നത്. പക്ഷേ സംഘടന കേരളത്തിൽ വിദ്യാർത്ഥി എന്ന സംഘടന ഉണ്ടാക്കുന്നത് 1951 1950 കേരളം രൂപീകരിക്കും. അപ്പൊ 950 മാത്രമാണ് ഇപ്പോൾ നമ്മൾ തെറ്റുപറ്റൂല എന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷവും വിചാരിക്കുന്ന കേരളം സ്ഥാപിക്കപ്പെടുന്നത്. അതിനു മുമ്പ് കേരളമില്ല. ഇങ്ങനെ ആൾ കൂടുകയും സ്വത്തും കാര്യങ്ങളും ഒക്കെ കൂടുകയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായും പിശാചിന്റെ ഒരു കടന്നാക്രമണം ഉണ്ടായി. നിങ്ങൾക്കറിയാലോ, നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഇന്നാള് പ്രസിഡന്റ് സെക്രട്ടറി ഭാരവാഹി എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ടാവില്ല, എനിക്ക് വേറെ പണിട്ട് എന്ന് പറഞ്ഞിട്ട് ഒഴിവാകലാണ്. ഇപ്പൊ അങ്ങനെയല്ല. ആ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടും ആ സ്ഥാനം ലഭിക്കാൻ തലേന്നും അതിന്റെ മുമ്പത്തെ ആഴ്ച തന്നെ പ്രവർത്തനങ്ങളും പരിപാടികളൊക്കെ തുടങ്ങാണ്. ഇതൊക്കെ അനുഭവമായിട്ട് ഞാൻ പറയണത്. ഞാൻ കളവായ ഒരു കാര്യവും നടക്കാത്തൊരു കാര്യങ്ങളോട് പറയുന്നില്ല. എവിടെ എന്താന്ന് വെച്ചാൽ വ്യക്തമായി ഞങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ അങ്ങനെയാണ്. ജില്ലാ തലത്തിൽ, മണ്ഡലം തലത്തിൽ, ശാഖാതലത്തിൽ, സംസ്ഥാന തലത്തിലടക്കം മുൻകൂട്ടി കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് അതിനുള്ള വർക്കുകളൊക്കെ നടത്തി രാഷ്ട്രീയ പാർട്ടികളുടെ ഏർപ്പാടുകളുമായി ഈ കഴിഞ്ഞ ഇലക്ഷനൊക്കെ അങ്ങനെ തന്നെയാണ് നടന്നത്. അതുമായി വിശദമായ കാര്യങ്ങൾ എനിക്ക് ശേഷമുള്ള എൻ്റെ പ്രിയ സഹോദരൻ TK അഷ്റഫ് സാഹിബ് നിങ്ങളോട് സംസാരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സംഘടനയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എന്തുണ്ടായി? സംഘടനയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മനഃപൂർവ്വം പൊക്കിക്കൊണ്ടുവന്നു. ഇപ്പോൾ സംഘടനയുടെ പ്രഭാഷകരായി നടക്കുന്ന ആൾക്കാർ കുറച്ചു മുമ്പ് പറഞ്ഞ CD-കളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതേ കാര്യങ്ങൾ അവർ മുമ്പ് പറഞ്ഞത്, വളരെ വ്യക്തമായി പറഞ്ഞത്. അപ്പൊ അതല്ല യഥാർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അറിയാം. എങ്കിലും ഈ ഒരു അഭിപ്രായ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്ന നിലക്ക് നമ്മളെ മാതൃസംഘടന അല്ലെങ്കിൽ തുടക്കം ജമിയത്തുൽ ഉലമയാണോ, ജമിയത്തുൽ ഉലമയിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു. കാര്യങ്ങൾ ചെയ്യാൻ കാരണം ഇതിന് അഭിപ്രായ വ്യത്യാസത്തിന് ഒരു കാരണമാക്കുന്നത് ഒരു ഹദീസിന്റെ വ്യാഖ്യാനമാണ്. അതുപോലെ സിഹർ ഫലിക്കൂലെ, റുഖ്യശറഈ ഉണ്ടോ ഇല്ലേ എന്നുള്ള ചില തികച്ചും മതപരമായ ചില വിഷയങ്ങളാണ്. ഈ വിഷയങ്ങൾ ഇങ്ങനെ ശരിക്കും ചർച്ച ചെയ്യേണ്ട ജമിയത്തുൽ ഉലമയാണ്.
ജമിയത്തുൽ ഉലമയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യേണ്ടത് പണ്ഡിതോചിതമായി. അങ്ങനെ പണ്ഡിതോചിതമായി ചർച്ച ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നു. പരസ്യമായി തന്നെ അവർ ചർച്ച ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വെറുതെ പറയല്ലത്. ഇത് 953 ജൂലൈ 7-ാം ലക്കം അൽമനാറാണ്. 53 ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പാട്ടോ. അന്ന് ഇതായി വളരെ നിറച്ച തലമുറ ആരെങ്കിലും ഉണ്ടായിന്ന് വന്നേക്കാം. ഇതിലൊരു ലേഖനം, ഇതിന്റെ പേരെന്താ അറിയോ? MCCയുടെ പുതിയ വാദങ്ങൾ, MCC അഹമ്മദ് മൗലവിയുടെ ചില പുതിയ വാദങ്ങൾ. ഹെഡിങ് ലേഖനം എഴുതുന്നാരോ അറിയോ? കെ ഉമർ മൗലവി, എന്റെ പിതാവ്. പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ ജുമാക്ക് പോകൽ ഫർളാണ് എന്നായി, നിർബന്ധമാണ് എന്നായിരുന്നു MCC അഹമ്മദ് മൗലവിയുടെ അഭിപ്രായം. അദ്ദേഹം അത് വളരെ ഗൗരവപൂർവ്വം പറയുകയും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അത് പരസ്യമായി പറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ലേഖനം എന്റെ വാപ്പ എഴുതി കൊടുത്തത്. എന്നാൽ എല്ലാവരും മനസ്സിലാക്കട്ടെ എന്നുള്ള നിലക്കായിരിക്കുമല്ലോ അന്നത്തെ നേതൃത്വം അൽമനാറിൽ ഇത് പ്രസിദ്ധീകരിച്ചതും. ഇതൊരു തുടർലേഖനാണ്. മനസ്സിലായില്ലേ? അപ്പോ വാപ്പ എഴുതി നിർബന്ധമാണെന്ന് പറയാൻ തെളിവുകളില്ല, അനുവദനീയമെന്നേ പറയാൻ പാടില്ല, എല്ലാ തെളിവുകളും പരിശോധിച്ചാൽ എന്നുള്ള കാര്യം വളരെ വിശദമായിട്ട് എഴുതി. ഇതിന്റെ പേരിൽ ഒരു ഇൽമിയായ അഭിപ്രായ വ്യത്യാസമുള്ളതിന്റെ പേരിൽ ഉമർ മൗലവിനെ സംഘടന പുറത്താക്കുകയോ MCC അഹമ്മദ് മൗലവിനെ അച്ചടക്കം നടപടിക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കേട്ടു, നമ്മൾ സലാം ചെല്ലിയാൽ നമ്മളെ ആൾക്കാർ ചിലവർ സലാം മടക്കണില്ല, അത്ര സലാം മടക്കണില്ല. MCC അഹമ്മദ് മൗലവി എന്റെ ഉമ്മാന്റെ ബന്ധുവാണ്. എന്റെ ഉമ്മാന്റെ ഒരു മൂത്താപ്പായിട്ട് വരും MCC അഹമ്മദ് മൗലവി, അബ്ദുറഹ്മാൻ മൗലവി ഒക്കെ എന്നുവെച്ചാൽ ബന്ധുക്കളാണ്. അവരതിന്റെ പേരിൽ അവരുടെ ബന്ധം വിച്ഛേദിക്കുകയെ, അവരൊരു അലോഗ്യം ഉണ്ടാകുകയെ, ഒരു ഇഷ്ടക്കേട് ഉണ്ടാകുകയെ, ഒരു അകൽച്ച ഉണ്ടാകുകയെ ചെയ്തിട്ടില്ല. എൽമിയായ അഭിപ്രായ വ്യത്യാസം എൽമിയായ നിലക്ക് ചർച്ച ചെയ്യുക, പരിഹരിക്കാന്നല്ലാതെ സംഘടനയിലോ വ്യക്തിബന്ധങ്ങളിലോ അത് വന്നിട്ടില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നമ്മുടെ ഈ ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇനി ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളെ സംഘടനയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്വഭാവം നേരത്തെ ഉണ്ടായിരുന്നു. എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. തവള ഇറച്ചി ഹലാലാണോ എന്നൊരു പ്രശ്നം ഉണ്ടായി. ചിലവരിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അതൊരു ഇത്ര കാര്യമാക്കേണ്ട വിഷയമാണ്, ആരാ തവള നിന്നണമെന്നുള്ളത്. പഴയ ചരിത്രം അറിയണവർക്കറിയാം, കൊച്ചിയിൽ നമ്മളെ സേട്ടുമാർക്ക് ചെമ്മീനും തവളയൊക്കെ കയറ്റിയാക്കണം എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. ചെമ്മീനൊക്കെ കയറ്റി വെച്ചു, ആ കൂട്ടത്തിൽ തവളയും വേണം. അപ്പൊ തവള ഹലാലാണോ അല്ലേ എന്ന് പ്രശ്നം വന്നു. അവരിൽ ഒരു സേട്ടു നമ്മുടെ കേന്ദ്രമിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഒരു ടേമില്, സാലെ സേട്ടു, ഇൻഡോ മറൈൻ ഏജൻസീസിന്റെ ഉടമ. അങ്ങനെ ജമിയത്തുൽ ഉലമയിൽ ചർച്ച വന്നു, തവള മാംസം ഹറാമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് എന്റെ തന്നെ ഉമർ മൗലവി പ്രബന്ധം അവതരിപ്പിച്ചു. ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രബന്ധം അവതരിപ്പിച്ചത്. അപ്പോ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കുറെ കാലം അദ്ദേഹം കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്നു. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതൻ എന്ന് ഞാൻ വളരെ അർത്ഥവത്തായ നിലക്കാണ് പറയുന്നത്. ഇന്നിപ്പോ ഒരു സാധാരണക്കാരന് അറബി അത്യാവശ്യം വായിക്കാൻ അറിയുന്നവന് ഒരു ഹദീസ് ചെക്ക് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക, CD ഇടുക, അല്ലെങ്കിൽ ആ സൈറ്റിലേക്ക് പോവുക, ഒരു വേർഡാണ്ട് ക്ലിക്ക് ചെയ്താൽ മതി, ഹദീസിന് വരും. ഇത് ഓർമ്മയിൽ നിന്ന് പറഞ്ഞിരുന്നത് ഞാൻ നേരിട്ട് കേട്ട എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനത്തെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു ആ ഹദീസിന് എന്നെ തകരാറുണ്ട്, സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ചർച്ച നടന്നു. ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കുന്നതിന്റെ മുമ്പ് ഹിലാൽ കണ്ടാൽ പെരുന്നാൾ എങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത്, കണക്കിന് പ്രാധാന്യം കൊടുക്കണോ, കാഴ്ചക്ക് പ്രാധാന്യം കൊടുക്കണോ, ഇതൊരു വലിയ ചർച്ചയായിരുന്നു. ഇത് ജമിയത്തുൽ ഉലമയിൽ ചർച്ച ചെയ്ത വിഷയമാണ്. ഞാൻ സാക്ഷിയാണ്. ഞാൻ ചെറിയ പ്രായമാണെന്ന്, പക്ഷേ അത് ഞാൻ പുൽക്ക പഠിക്കുന്ന കാലത്ത് നടന്ന ചർച്ചകളാണ്. ഞാൻ അത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പത്തെ ഒരു ചർച്ച, സിഹിറിന് യാഥാർത്ഥ്യമുണ്ടോ, ഇത് മുമ്പ് ചർച്ച വന്നിട്ടുണ്ട്. റമളാന് ശേഷം 6 നോമ്പ് ബിദ്അത്താണെന്ന് പറഞ്ഞൊരു വാദം ഉണ്ടായി, അല്ല സുന്നത്താണ്, ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. ചർച്ച ചെയ്ത പാരമ്പര്യമാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കത്ത് കൊടുക്കണ്ടായി. ഞാനൊരു കത്ത് കൊടുക്കുമ്പോൾ
ജമിയത്തുൽ ഉലമ 8 മെമ്പർമാർ ഒപ്പിട്ട, ഞാൻ എൻ്റെ ഒപ്പാണ് ആദ്യം 8 മെമ്പർമാർ ഒപ്പിട്ട ഒരു കത്ത്. സി ഉമർ മദനി, ഞങ്ങളെ തൊട്ടടുത്ത നാട്ടുകാരനാണ്. അബ്ദുള്ള ഫാറൂഖി, നമ്മളുടെ ഒരു പ്രാസംഗികനാണ്. പി ഫൈസൽ ഫാറൂഖി, കെ കെ മുഹമ്മദ് മദനി, കെ അബ്ദുറഹ്മാൻ മൗലവി കടന്നമണ്ണ, ഒ പി ജാഫർ സലഫി, എൻ ഹംസ സുല്ലമി, ഇത്രയും ജമിയത്തുൽ ഉലമ, ഞാൻ അടക്കമുള്ള 8 ജമിയത്തുൽ ഉലമ മെമ്പർമാർ ഒപ്പിട്ട് ജമിയത്തുൽ ഉലമക്ക് ഒരു കത്ത് കൊടുത്തു. 2010 ഏപ്രിൽ 6-ന് 2010, നല്ലോണം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ, 2013 ഇതാ ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ട്, അത് ഉടനെ ചർച്ച ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് എന്നെ എഴുതി കൊടുത്ത്. ചർച്ച ചെയ്തില്ല. കാരണം ഇത് ചർച്ച ചെയ്താൽ സത്യം തെളിയല്ലോ. അപ്പൊ ഇത് സത്യം തെളിയരുത് എന്നും ഈ കാര്യം പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ പുറത്താക്കണം, ഒഴിവാക്കണം എന്നുള്ള തീരുമാനം, ഉദ്ദേശം നേരത്തെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിന്റെ പിന്നാലെ തന്നെ പോയി. 2011 ഞാൻ വീണ്ടും ഒരു കത്ത് കൊടുത്തു. അവിടെ പുളിക്കൽ മദീനത്തുൽ ഉലൂമ ജമിയത്തുൽ ഉലമയുടെ ഓഫീസിൽ ഞാൻ അവിടെ ഇരുന്ന് എഴുതി കൊടുത്താണ്. ഇതാ ഉടനെ ചർച്ച ചെയ്യണം, ഈ അഭിപ്രായ വ്യത്യാസം ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, സാധാരണ പ്രവർത്തകർ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഉടനെ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ എന്റെ ഫോട്ടോ കോപ്പിയുണ്ട്. ചർച്ച ചെയ്തില്ല. അപ്പൊ ചർച്ച ചെയ്യണമെന്നും പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതായിരുന്നു. ഇപ്പോഴുള്ള ഈ നമ്മളുണ്ടായ വ്യത്യാസമല്ലേ. പക്ഷേ നടന്നില്ല. പക്ഷെ പിന്നെ ഇടെന്താ ഉണ്ടായത്? ജന്ന് പിശാച്ച് റുഖിയ ശറയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞിട്ട് ജമിയത്തുൽ ഉലമ ഒരു പുസ്തകം ഇറക്കി. ഇത് പണ്ടൊരാൾ പറഞ്ഞ ഒരു ഉദാഹരണമാണ് എനിക്ക് വരുന്നത്. അത് പക്ഷെ അതിപ്പോ ഈ സദസ്സിൽ പറയുന്നത് ശരിയില്ല എന്നുള്ള ഞാൻ പറയുന്നില്ല. പാർലമെന്റേറിയൻ അല്ല, ഒറ്റ വാക്ക് പറയാം. അങ്ങനത്തെ ജമിയത്തുൽ ഉലമ അങ്ങനെ പുസ്തകം ഇറക്കില്ല. അങ്ങനെ ഇറക്കി നോക്കുമ്പോ അബദ്ധങ്ങൾ ധാരാളം. കേരള ജമിയത്തുൽ ഉലമ സലഫികളുടെ മാതൃസംഘടന ഇറക്കിയ പുസ്തകത്തിൽ അബദ്ധങ്ങൾ, ഇത് നമ്മുടെ പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മളുടെ പ്രഗത്ഭരായ നമ്മുടെ അബൂക്കർ സലഫി, കെ കെ സലാഹി, അബ്ദുൽ അക്സുല്ലമിയ മയൂർ, ഇങ്ങനെയുള്ള നമ്മളെ പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അവര് ഇതൊക്കെ കൂടി എഴുതിണ്ടാക്കി പെട്ടെന്ന് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ 38 പണ്ഡിതന്മാരുടെ പേരയിൽ എഴുതിയിട്ടുണ്ട്. കൊണ്ടുപോയി കൊടുത്ത ആളെയാണ് ചർച്ചയ്ക്ക് വിളിച്ച്. അയാൾ ഷാഫി സലാഹിയാണ്. അങ്ങനെ ഒപ്പിട്ടിട്ടിരുന്നില്ല. ഒപ്പിടാതിരിക്കാൻ കാരണം ഉണ്ടായിരുന്നു. കാരണം എറണാകുളത്ത് വെച്ച് ഒരു ചർച്ച നടക്കാൻ പോകുന്നുണ്ട് ഈ പുസ്തകത്തിന്റെ പേരിൽ എന്നുള്ളൊരു വിഷയം വന്നു. അപ്പൊ ആ ചർച്ച നടക്കുന്നതിന്റെ മുമ്പ് ഇത് കൊടുക്കണം, അതാണ് അതിന്റെ മാന്യത. കാരണം ജമിയത്തുൽ ഉലമ ഇറക്കിയ പുസ്തകത്തിന്റെ തെറ്റുകൾ ആദ്യം അവിടെയല്ലേ പറയേണ്ടത്, എറണാകുളത്തല്ലല്ലോ. എന്ന നിലക്ക് ഒപ്പിട്ടെന്തെങ്കിലും ആൾക്കാരുടെ പേര്, ഇതിനോട് യോജിക്കുന്ന ആൾക്കാരുടെ പേര് മാത്രം എഴുതിയിട്ട് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ ഭയങ്കര ആക്ഷേപം, ഒപ്പിടാത്തൊരു സാധനം കൊണ്ടുവന്നിരിക്കുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് എന്നല്ല, വളരെ മോശമായ പദപ്രയോഗം വരെ നമ്മളെ ജമിയത്തുൽ ഉലമയിലെ നേതാക്കന്മാരിൽ ഉണ്ടായി എന്നാണ് ഞാൻ കേട്ടത്. പോത്തുകൾ എന്നാണ് ഇതിൽ പേരെഴുതിയ ആൾക്കാരെ പറ്റി പറഞ്ഞത്. 38 പോത്തുകളുടെ ഒരു സാധനം എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, വളരെ മോശമായ നിലക്കാണ് ഇതിനെപ്പറ്റി ചർച്ച ഉണ്ടായത്. ഞാൻ അതിൽ ഒപ്പിട്ടോ ഇല്ലേന്ന് നേരിട്ട് ചോദിക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫിന്റെ വീട്ടിൽ വന്നു. ഞാൻ ആരാണ്? ഹാലിമുൽ അല്ലാമി. ഞാൻ ഒപ്പിട്ട ഒരു കാര്യം ശരിയാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സഹോദരന്മാരെ, സലഫികളെ, മുജാഹിദികളെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരാളോ 100 ആളോ പറഞ്ഞു എന്നതാണോ നമ്മുടെ മതത്തിന്റെ ഒരു മാനദണ്ഡം? മതം ഒരു കാര്യം സത്യമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിലുള്ള മാനദണ്ഡം അതാണോ? ഒരു തെറ്റ് 1000 ആൾ പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കൂല, ഖുർആൻ ഹദീസും ഇല്ലെങ്കിൽ. ഒരു ശരി ഒരൊറ്റ ആൾ സൂചിപ്പിച്ചാലും അതിനെപ്പറ്റി ചർച്ച ചെയ്യണം, അത് തീരുമാനിക്കണം, അതല്ലേ? എന്നിട്ട് ഞാൻ അതിൽ ഒപ്പിട്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര തിരക്കുള്ള അബ്ദുറഹ്മാൻ സലഫി, KNM-ന്റെ സെക്രട്ടറി, ജമിയത്തുൽ ഉലമയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി, ജാമിയ നദീവന്റെ വലിയ ആളൊക്കെ ഞങ്ങൾ കൂട്ടുകാരാണ്, ഞങ്ങൾ അടുത്ത നാട്ടുകാരാണ്, എൻ്റെ ഇളയതുമാണ്. ചോദിക്കാനായിട്ട് മുമ്പ് വീട്ടിൽ വന്നു. ഞാൻ കണ്ടിട്ട് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പോയി. ഇതൊക്കെ ഒരു വിഷയമാണ്. അപ്പോൾ എങ്ങനെയാണ് വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കി. അബ്ദുറഹ്മാൻ സലഫിയെ പറ്റി വ്യക്തിപരമായി അതിൽ പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് തള്ളിയത്. ഈ 2 കാരണമാണ് പറഞ്ഞത്. ഒപ്പിട്ടിട്ടില്ല, അബ്ദുറഹ്മാൻ സലഫിനെ വ്യക്തിപരമായി അതിൽ പറഞ്ഞത്. വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ദോഷങ്ങളോ കുടുംബത്തിന്റെ തറവാട്ടിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇന്ന കാര്യം പറഞ്ഞു, അത് ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തെറ്റാണ്, കളവാണ്, അത് ശരിയല്ല എന്നാ പറഞ്ഞത്.
എന്നിട്ടും അദ്ദേഹത്തിന്റെ പേര് മാറ്റിക്കൊണ്ട് ഇത് രണ്ടാമത് എഴുതിണ്ടാക്കി അങ്ങനെ. എന്നിട്ട് 65 പണ്ഡിതന്മാർ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം സഹോദരന്മാരെ, 65 നമ്മുടെ രംഗത്തുള്ള നമ്മുടെ പ്രഭാഷകരും പണ്ഡിതന്മാരും ഖത്തീബുമാരുമായിട്ടുള്ള ആൾക്കാർ എഴുതി ഒപ്പിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയുടെ വീട്ടിൽ 30/11/2012 സമ്മേളനത്തിന്റെ ഒരു മാസം മുമ്പാണ്. അപ്പോ സെക്രട്ടറി പറഞ്ഞു, നമുക്ക് ചർച്ച ചെയ്യണം, നമ്മൾ ഉടനെ തന്നെ ഒരു യോഗം വിളിക്കുന്നുണ്ട്, നിങ്ങൾ വരണം. ഫോൺ ചെയ്താൽ നിങ്ങൾ വരൂലേ, കത്തയക്കാൻ സമയമില്ലല്ലോ, ഫോൺ ചെയ്താൽ വരൂലേ എന്നൊക്കെ അദ്ദേഹം വളരെ മാന്യമായി നല്ല നിലക്ക് ചോദിച്ചു. നമ്മൾ വിചാരിച്ചു ഉടനെ ഉണ്ടാവുള്ളൂ. ഒന്നും ഉണ്ടായില്ല. ജമിയത്തുൽ ഉലമ ഇറക്കിയ ഒരു പുസ്തകത്തിലെ തെറ്റുകൾ തെളിവുകളുടെ ആധാരത്തിൽ പണ്ഡിതന്മാരുടെയും ഖുർആന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതി കൊടുത്തപ്പോ അത് ചർച്ച ചെയ്യാൻ, അപ്പോ ഞാൻ പറഞ്ഞില്ലേ സലഫുകൾ എന്താണ്, സലഫി മൻഹജ് എന്താണെന്ന് നമ്മൾക്കറിയാം. നമ്മുടെ സംഘടന സലഫി മൻഹജിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ അനുഭവങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ആ പുസ്തകത്തിൽ കാര്യമായി സ്ഥാപിക്കുന്ന ഒരു വിഷയം റുഖ്യ ശർഇയ്യ രോഗശമന പ്രാർത്ഥന മാത്രമാണെന്നാണ്. അതങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് 6 രേഖകൾ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങളതിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ മുഅ്ജിസത്താണ് എന്നാണ്, അതായത് ജിന്ന് കൂടിയതിനോട് സംസാരിക്കലും ഇറങ്ങിപ്പോകാൻ പറയലും ഒക്കെ മുഅ്ജിസത്താണ്, അത് മനസ്സിലാക്കൽ മുഅ്ജിസത്താണ്, അത് ബോധ്യം, അങ്ങനെ കുറെ അനാവശ്യമായ രണ്ടാമത്തെ കാര്യം അബദ്ധാണത്. മൂന്നാമത്തെ ഖുർആന്റെ പേരിൽ വളരെ വ്യക്തമായൊരു കളവയിൽ എഴുതിയിട്ടുണ്ട്. ജമിയത്തുൽ ഉലമയുടെ പുസ്തകത്തിൽ ഖുർആന്റെ പേരിൽ കളവേ, ചെറിയ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരായത്തുൽ ശരി സൂറത്തുൽ ആൽ ഇംറാനിലെ 17ാമത്തെ ആയത്തിന് കൊടുത്ത വ്യാഖ്യാനത്തിൽ ഒരു മുഫസ്സിറും പറയാത്ത ഒരർത്ഥം പറഞ്ഞു. അത് തെറ്റുമാണ്, പെട്ടെന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവും അബദ്ധം പറ്റിയതാണോ അല്ലാഹു അലം. ഏതായാലും അങ്ങനെ തെറ്റുണ്ട്. അപ്പൊ മൂന്നെണ്ണായില്ലേ. 4ാമത്തേത് പിശാചിന്റെ ഉപദ്രവം വസ്വാസ് മാത്രമാണ് അതിൽ പറയുന്നത്. അബദ്ധമാണത്, തെറ്റാണത്. സിഹറിന് യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളത് ജമിയത്തുൽ ഉലമ മുമ്പ് വളരെ 10-30 വർഷം മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യമാണ്. സത്യതാണ്. 5 ജിന്നുകൾ രോഗമുണ്ടാക്കുമെന്ന വിശ്വാസം ശിർക്കാണ് എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. 6 കുറെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ തട്ടിപ്പാണ്. നമ്മളെ ഖുറാഫി മൗലിയാക്കന്മാര് സൽസബീലിനൊക്കെ ഓരോ വാക്കുകൾ ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇടക്കുന്നെടുത്തിട്ട് അപ്പുറം ഒഴിവാക്കിയിട്ട് അതേ പരിപാടി. എങ്ങനെയുണ്ട്? ഖുറാഫികൾ പയറ്റുന്ന ഏർപ്പാട്. ഷെയ്ഖ് അൽബാനിയുടെ പേരിൽ ലോകം കണ്ട, ഇപ്പോ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതൻ അൽബാനി, മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനിയുടെ പേരിൽ അദ്ദേഹത്തിന് ഇല്ലാത്ത അഭിപ്രായം ഇടക്കുള്ള ഒരു വാചകം എടുത്തിട്ട് കൊടുത്തിട്ട്. അതുപോലെ ഷെയ്ഖ് റബീഹിന്റെ ഉദ്ധരണിയിൽ, അതുപോലെ ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖിന്റെ, ഇങ്ങനെ 3 പണ്ഡിതന്മാരുടെ പേരിൽ തിരിമറികൾ. ഇതൊക്കെ ജമിയത്തുൽ ഉലമ ഇറക്കിയ പുസ്തകത്തിലാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് കത്ത് കൊടുത്തതിനാണ് എന്ത് അവർ പോത്തുകളായത്. അപ്പൊ സലഫി മൻഹജ് ആണോ നമ്മുടെ സംഘടന, അല്ലെങ്കിൽ മാതൃസംഘടന, അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വെളിച്ചം പകർന്ന സംഘടന കൊണ്ടു നടക്കുന്നത് എന്ന് നമ്മൾ വളരെ അടിയന്തരമായി ചിന്തിച്ച് തീരുമാനത്തിലെത്തേണ്ട ഒരു അവസ്ഥയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഉടനെ വിളിക്കാം എന്ന് പറഞ്ഞ സെക്രട്ടറി വിളിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വിളിച്ചത് ഞങ്ങളോട് നേരിട്ടാണല്ലോ, അതിന് രേഖയില്ലല്ലോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ആ വിഷയം എഴുതിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് വിളിച്ചു കണ്ടില്ല, പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു കത്ത് കൊണ്ടുപോയി കൊടുത്തു 13/3 രേഖകളാക്കണം. ഇൻഷാ അല്ലാഹ് വൈകാതെ അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കും. ഇതൊക്കെ രേഖകളാണ്, അവർക്കെതിരിൽ അള്ളാഹുവിന്റെ മുമ്പിലുള്ള രേഖകളാണ്. നമ്മൾ സത്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സലഫി മാർഗം എന്ത് എന്ന് നമ്മൾ വളരെ വ്യക്തമായി കാണിച്ചു കൊടുത്തിട്ടുള്ള, വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ, എനിക്ക് ശേഷം ടി കെ അഷ്റഫ് സാഹിബ് പ്രസംഗിക്കാണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു മനസ്സുണ്ടായാൽ മതി. ഞാൻ ഇപ്പൊ നേരത്തെ ഇവിടെ വന്നപ്പോ എന്നോടൊരു പ്രവർത്തകൻ പറഞ്ഞു, ഒരു പ്രശ്നമല്ല നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം, അഭൗതികമായ മാർഗത്തിലുള്ള കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള
ചോദ്യവും ആവശ്യവും ഉന്നയിക്കലും ഒക്കെ ശിർക്കാണ് എന്ന കാര്യം മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിന്റെ പോയിന്റ്. അത്ര തന്നെ ഉള്ളൂ. അത് ജിന്നായാലും മലക്കായാലും മറ്റാരാ ഔലിയായാലും അമൃതങ്ങളായാലും ഷെയ്ഖായാലും ഒക്കെ കണക്ക് തന്നെ. എന്നിട്ട് ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് ഇവർ എന്നാണ് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ എനിക്ക് വലിയൊരു അത്ഭുതം ഉണ്ടായി. എന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരാൾ മെസ്സേജ് അയച്ചു എന്ന് ഇവിടെ പറഞ്ഞു. ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, കണ്ടു എന്ന് പറഞ്ഞു. അവരും മുബാറക്കും ഹുസൈൻ സലഫിയും ഒക്കെ അഭിപ്രായക്കാരാണ്. ഇത് വളരെ ഗൗരവമാണ്. അത് ഏത് വമ്പൻ പറഞ്ഞാലും അവരെ ഈ ലോകത്തും പരലോകത്തും അവർ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അവർക്കെതിരുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായി അത് നിലനിൽക്കുമെന്ന് ഞാൻ അവരെ താക്കീത് ചെയ്യാണ്. നമ്മൾ ശിർക്ക് എന്നൊരു സംഗതി ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന വിശ്വാസവും അതിനനുസരിച്ച പ്രവർത്തനവും അതിനനുസരിച്ച പ്രാർത്ഥനയുമായി നടക്കുന്നവരാണ്. അത് പ്രചരിപ്പിക്കാൻ നടക്കുന്നവരാണ്. ജിന്നിനോട് വിളിച്ചു തരണമെന്ന് ഞാൻ പറയും. എനിക്ക് ബോധമുണ്ടെങ്കിൽ ഞാനോ പറയോ? ഒരു സാധാ മുജാഹിദ് പറയോ? എന്നിട്ട് നോണ പറഞ്ഞു നടക്കണേ. അത് പറഞ്ഞ ഏത് വമ്പനായിരുന്നാലും ശരി, അതിനുള്ള പരിഹാരം ചെയ്തില്ലെങ്കിൽ പരലോകത്ത് അതിന്റെ ഫലം ശരിക്കും അനുഭവിക്കേണ്ടി വരും. ഈ ലോകത്ത് പലതും കഴിച്ചിലായി വന്നേക്കാം. ആരാണെന്ന് എനിക്കറിയില്ല. ഒരാളെ കാഫിർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ പറയപ്പെട്ട ആൾ കാഫിർ അല്ലെങ്കിൽ അത് പറഞ്ഞവനിലേക്ക് മടങ്ങുന്നതാണ് ഹദീസ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ആ ചോദ്യം ആ പറഞ്ഞവനിലേക്കാ മടങ്ങുക. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ആ മടങ്ങിയ അവസ്ഥയിൽ ആൾ മരിക്കേണ്ടി വന്നാൽ എവിടേക്കോ എത്തിച്ചേരാ. ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ എന്താണ് ആൾക്കാർ പറയുന്നത്? ഇവിടെ വന്നപ്പോ എനിക്ക് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിഷയം കേട്ടിട്ട് ഞാൻ പറയുമ്പോ ഞാനിങ്ങനെ നടന്ന് പ്രസംഗിക്കുന്ന ആളല്ല, നിങ്ങൾക്ക് അറിയാലോ. വളരെ ചുരുക്കം ഇപ്പൊ ഈ വിഷയം വന്നപ്പോൾ 3-4 സ്ഥലത്ത് പ്രസംഗിച്ചു. അതിങ്ങനെ ആളറിഞ്ഞു എന്നുള്ളതല്ലാതെ ഞാൻ എഴുതാറേ ഉള്ളൂ. എന്നിട്ട് എന്നെ പറ്റി അവൻ എന്താ അറിയാം? എന്നെ കണ്ടിട്ടുണ്ടോ? ഞാൻ എഴുതിയ വായിച്ചിട്ടുണ്ടോ? ഞാൻ സംസാരിച്ച് കേട്ടിട്ടുണ്ടോ? നെറ്റിൽ ഒരു പ്രസംഗം ഉണ്ടെന്ന് കേട്ടു ഇതുമായി ബന്ധപ്പെട്ടത്. അങ്ങനെ എന്തെങ്കിലും ആൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പറയാത്ത ഒരു വാദം എന്റെ മേൽ കെട്ടിയേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അത് ഏവനായിരുന്നാലും ഒരിക്കലും അള്ളാഹു എന്റെ സാക്ഷ്യത്യം പറയണേ ഞാനത് പുറത്തു കൊടുക്കൂല. നേരിട്ട് അതിനുള്ള പരിഹാരം ഈ ലോകത്തെ ആൾ മരിക്കണതിന് മുമ്പ് ചെയ്യില്ലല്ലാതെ. ഹുസൈൻ സലഫിനെ പറ്റി 2 ആൾ കൂടി എങ്കിൽ അവർക്കും ഈ വാദം ഉണ്ട് അത്രയിൽ വാചകളിൽ ഞാൻ കണ്ടില്ല. ഞാൻ കാണിച്ചിരുന്ന പ്രസംഗിക്കുന്നതിന് മുമ്പ് കാണിച്ചിരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ഈ വിഷയം 971 ആഗസ്റ്റ് ലക്കത്തിൽ സെൽസബിയിൽ ഈ വിഷയം വന്നിട്ടുണ്ട്. ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പിന്നെ ഇസ്ലാഹിനും മറ്റൊക്കെ ആയിട്ട് വന്നിട്ട്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞ കാര്യം പറയണം. അതായത് ഇന്ന് നമ്മുടെ കേരള നദ്വത്തുൽ മുജാഹിദീൻ അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നവരുടെ ഈ വിഷയത്തിലുള്ള നിലപാട് ലോക സലഫി പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിന് വിരുദ്ധമാണ്. യാതൊരു സംശയം ആരും വിചാരിക്കേണ്ട. വിരുദ്ധമാണ് എന്ന് ഇവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഗൾഫിൽ നിന്ന് വന്ന ചില ആവശ്യങ്ങളെ ഇവർ തള്ളിക്കളഞ്ഞത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഐദാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ സൗദി അറേബ്യയിൽ നമ്മളെ ഇസ്ലാഹി സെന്ററിന്റെ കാര്യങ്ങളൊക്കെ ചുമതലപ്പെടുത്തപ്പെട്ട ആളാണ്. അദ്ദേഹം അയച്ചൊരു കത്താണ്. പലരും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ചുരുക്കം നിങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ നിങ്ങൾക്ക് അവിടുന്ന് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ 2 കൂട്ടരും ഇങ്ങോട്ട് വരി. നിങ്ങളുടെ എല്ലാ ചെലവും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടുന്ന് പരിഹരിച്ച് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് എഴുതിയ കത്താണ്. പുല്ല് വില കൽപ്പിച്ചില്ല. ഈ മനുഷ്യൻ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഇതിന്റെ മുമ്പ് നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ വരികയും ഒരു ദിവസം അവിടെ രാത്രി താമസിച്ച് പിറ്റേന്ന് പണ്ഡിതന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങളൊരു പരിപാടി ഉണ്ടാക്കി ഒരു ചർച്ചക്ക് ശ്രമം നടത്തി. നമ്മൾ പണ്ഡിതന്മാരെ അനുവദിച്ചില്ല. അപ്പൊ ഇവിടുന്ന് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്, നടന്നില്ല. ഇതൊരു കത്ത്. മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു കത്ത്, നമ്മളെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് കുവൈത്തിലെ ഇഹ്യാ തുറാസുൽ ഇസ്ലാമി അയച്ച ഒരു കത്തുണ്ട്. അറബി അറിയുന്നവരുണ്ടെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് കാണിച്ചു തരാം. കത്ത് വായിച്ചെടുക്കുക. ഇതിലെ ചുരുക്കം മാത്രം ഞാൻ പറയണം. 3.5 പേജുണ്ട് ഈ കത്ത്. 3.5 പേജ് കണ്ടോ? നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉള്ളത് അറിയുന്നു. അതിൽ അവർ പറഞ്ഞ കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കണം. അതാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കാണ്ടെന്ന് പറഞ്ഞത്.
യാ ഇബാദുല്ലാഹ് അയ്യുനുനി എന്നതാണല്ലോ നിങ്ങൾ തമ്മിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ആധാരമായ ഹദീസ്. ഈ ഹദീസ് ഇബാദുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം ജിന്നും മലക്കും, സാലിഹികളായ ജിന്നും മലക്കും ആണ്. അതുപോലെ അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽ നമ്മൾ കാണാത്ത ചില സൈന്യങ്ങളുമാണ് എന്ന അഭിപ്രായമുണ്ട്. ഇത് ശിർക്കാണ്, ഇത് ബാത്തിലാണ് എന്നാണ് ഒരഭിപ്രായം. അങ്ങനെ പറയുന്നവരെ ഒഴിവാക്കണം, പുറത്താക്കണം എന്ന് ഒരു കൂട്ടർ കാണുന്നു. ഇത് ഇങ്ങനത്തെ ഈ വ്യാഖ്യാനം, ഈ ഇബാദുല്ലാ എന്ന് പറയുന്നതിൽ ജിന്നുകളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വ്യാഖ്യാനം, അതിൽ ശിർക്കില്ല എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം അതിൽ ദുആ അല്ല. നമ്മളെ സമീപത്തുള്ള ഒരു ജിന്നിന്, ഒരാളോട് നമ്മൾ പറയുന്നത് പോലെ ജിന്ന് കേൾക്കുന്ന ആൾക്ക് കഴിയുമെങ്കിൽ ആ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് മറ്റൊരു കൂട്ടർക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, വറാജിഹു, ഏറ്റവും പ്രബലമായ അഭിപ്രായം ഇബാദല്ലാ എന്ന് ഇതുകൊണ്ട് ഉദ്ദേശം ഖദ് യകൂനു മിൻ സാലിഹി അൽ ജിന്നി വൽ മലായിക, ജിന്നുകളായ സാലിഹികളായ ജിന്നുകളും മലക്കുകളുമാവാം. വൽ ഹദീസു ലാ ശിർക ഫീഹി, ശിർക്ക് ആരോപിക്കുന്നവർ നല്ല കേട്ടോ, നമ്മളെ കേരളത്തിൽ നമ്മളെ ഇതുണ്ടാക്കിയല്ല. വൽ ഹദീസു ലാ ശിർക ഫീഹി, അതിൽ ശിർക്കില്ല. ലിഅന്നഹു മിൻ ജിൻസി സുആലിൽ മഖ്ലൂഖിൽ ഹയ്യിൽ ഹാളിറിൽ ഖാദിർ ഫീമാ യഖ്ദിറു അലൈഹി, കാരണം അത് വഴിയിലകപ്പെട്ടു പോയ, വഴി കാണാൻ അറിയുന്ന ആൾ വിളിച്ചു തേടുന്ന ആ പറച്ചില് എന്നെ സഹായിക്കണമെന്ന് പറയുന്നത് ഒരു സൃഷ്ടിയോട് അയാൾക്ക് കഴിവുള്ള കേൾക്കാവുന്ന കാര്യത്തിൽ പറയുന്ന ഒരു ചോദ്യം മാത്രമാണ്. അത് ശിർക്കില്ല എന്ന് ഈ വിഷയത്തിൽ അവരുടെ ഒരു പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിൽ ഒന്നുകൂടി അവർ വ്യക്തം, അമ്മാ മസ്അലത്തുൽ ഇസ്തിആനത്തി ബിൽ ജിൻ, ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത് ഒരു കൂട്ടർ പറയുന്നു അത് ശിർക്കാണ്. ഞാൻ അറബി പദങ്ങൾ വായിക്കുന്നില്ല സമയം കുറക്കാൻ വേണ്ടിയിട്ട്. അത് ശിർക്കാണ് എന്ന് ഒരു കൂട്ടർ പറയുന്നു, ജിന്നിനോട് ഉള്ള സഹായ ചോദ്യം. മറ്റു കൂട്ടർ ശിർക്കുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്, ശിർക്കുണ്ട്, വസീലത്ത് ശിർക്കുണ്ട്. പറഞ്ഞു വറാജിഹ്, ഏറ്റവും പ്രബലമായ അഭിപ്രായം അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി അൻവാഅ്, ജിന്നിനോട് സഹായം തേടൽ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. മിൻഹാ മാ ഹുവ ശിർക്കുൻ, അതിൽ ശിർക്കുള്ളതുണ്ട്. വമിൻഹാ മാ ഹുവ വസീലത്തുൻ ഇല ശിർക്കി, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുമുണ്ട് നമ്മൾ പറയുന്ന അഭിപ്രായം. വയഹ്റുമു ജമീഉഹ, എല്ലാം ഹറാമാണ്. മിൻ ബാബി സദ്ദി ദരിയ, കാരണം വഴി അടക്കുക എന്നുള്ള നിലക്ക്. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനുള്ള വളരെ വ്യക്തമായ തീരുമാനം ഇവരെഴുതി. അവിടുത്തെ വലിയ പണ്ഡിത സംഘടനയാണ്, ലോകം മുഴുവൻ വേരുകളുള്ള അല്ലെ അവർ പ്രവർത്തനങ്ങൾ എത്തുന്ന മഹാസംഘടനയാണ് പിന്നെ ജമിയത്ത് ഇഹ്യാത്തുർ റാസുൽ ഇസ്ലാമി. ഈ രണ്ട് കാര്യം പറഞ്ഞതിന് ശേഷം അവർ ആവശ്യപ്പെടുകയാണ്, നൂസി ബിത്താലി, നിങ്ങളോട് നൂസി എന്ന് പറഞ്ഞാൽ അറിയാൽ, ഊസിക്കും ബിത്തഖ്വ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേ പദാ പറഞ്ഞു, നൂസി, നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ഒരുപാട് അനുബന്ധങ്ങളുണ്ട്, സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം പള്ളികൾ ഇഹ്യാത്തുർ റാസിന്റെ കേരളത്തിൽ 500ഓളം പള്ളികളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ ഔദ്യോഗികമായ പിന്നെ യാതൊരു വളവും തിരിവില്ലാത്ത നിലക്ക് തന്നെ നമ്മൾ പണികൾ പണിയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സംഘടന ഒരുപാട് സഹായങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് നൂസി, ഞങ്ങൾ വസിയത്ത് ചെയ്യുന്നു, ബിത്താലി, താഴെ പറയുന്ന കാര്യങ്ങൾ കൊണ്ട്. ഒന്നാമത്തത്, നിങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പ് അവസാനിപ്പിക്കണം, ഞാൻ ചുരുക്കി വായിക്കാണ്. രണ്ടാമത്തത്, ഇത്തരം വിഷയങ്ങൾ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ പറയരുത്, ഇത് പണ്ഡിതന്മാർ പരിഹരിക്കണം. പണ്ഡിതന്മാർ പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ ജമീയത്തുൽ കൊടുത്ത കത്തുകളൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ പരമാവധി ശ്രമിച്ചു. എന്നിട്ട് നടക്കായിട്ടാണ് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടി വന്നത്. മൂന്നാമത്തത്, ഇതിന്റെ പേരിൽ നിങ്ങൾ തർക്കങ്ങൾ ഉണ്ടാക്കരുത്. നാലാമത്തത്, സർവം പുറത്താക്കിയവർ തിരിച്ചെടുക്കണം, അച്ചടക്കണങ്ങളൊക്കെ റദ്ദാക്കണം. ഈ നാലാമത്തത്. അഞ്ചാമത്തത്, സൗദി അറേബ്യയിലും ഗൾഫിലുമുള്ള സലഫി പണ്ഡിതന്മാരുടെ സഹായം നിങ്ങളെ അഭിപ്രായ വ്യത്യാസം തീർക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ആറാമത്തത്, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ദൗറകൾ, ക്യാമ്പുകൾ ഉണ്ടാക്കണം. അതിന് ഒന്നുകിൽ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ അവിടെ പണ്ഡിതന്മാർ ഇങ്ങോട്ട് വരാം. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യാം. ഈ രണ്ട് ഭാഗത്തുള്ള അഭിപ്രായ വ്യത്യാസമുള്ള പണ്ഡിതന്മാരെ നിങ്ങൾ ഗൾഫിലൊക്കെ ഉള്ള പണ്ഡിതന്മാരുടെ അടുത്തേക്ക് അയക്കണം. ഇതാണ് ഏഴാമത്തത്. എട്ടാമത്തത്,
ഈ സംഗതികൾ ഇഷ്ആറുനാ ഖത്തിയൻ അൻ തത്ബീഖ് ഹാദിഹി തൗസിയാത്ത്, ഈ വസിയത്തുകൾ, ഈ നിർദ്ദേശം, ഈ ശക്തമായ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ നടപ്പാക്കി എന്ന് ഞങ്ങളെ എഴുതി അറിയിക്കണം. ഇതാണ് അവസാനത്തെ കത്ത്. എന്നിട്ട് നിങ്ങൾ തമ്മിൽ യോജിച്ച് മുന്നോട്ട് പോകണം. ഈ കത്തിന് പുല്ല് വില വെച്ചില്ല. എന്താ വെച്ചാൽ ഇവരെ അഭിപ്രായ വ്യത്യാസം, ഇവരുണ്ടാക്കിയ ഈ പ്രശ്നങ്ങളൊക്കെ തകർന്നു പോകും. അപ്പൊ സലഫി മൻഹജിലല്ല ഇന്ന് നമ്മുടെ സലഫി, കേരളത്തിൽ അറിയപ്പെടുന്ന സലഫി നേതൃത്വം, ഞാൻ പച്ചയായി പറയുന്നു, കേരള ജമിയത്തുൽ ഉലമ സലഫി മൻഹജിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു. തെളിവുകളുടെ ആധാരത്തിൽ ആണ് ഞാൻ ശരിക്കും വായിച്ച് ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. KNMന്റെ നേതൃത്വം, കാരണം KNMനെ നിയന്ത്രിക്കുന്ന അതേ ശക്തികൾ തന്നെയാണ് ജമിയത്തുൽ ഉലമയെ നിയന്ത്രിക്കുന്നത്. TP അബ്ദുൽ ഖാദിനി KNMന്റെ പ്രസിഡന്റ്, ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് മൂപ്പരാണ് അധ്യക്ഷൻ. ജമിയത്തുൽ ഉലമയുടെ മീറ്റിംഗ് കൂടുമ്പോൾ ഉണ്ടാകാറ്. പ്രസിഡന്റ് TK മൊയ്തീനും വരികയാണ്. ദീർഘകാലമായിട്ട് സുഖമില്ലാത്ത അദ്ദേഹം യോഗത്തിലൊന്നും പങ്കെടുക്കാതെ നടക്കുന്ന ഒരു സാത്വികനായ പണ്ഡിതനാണ്. അപ്പൊ അവിടെ TP ഇവിടെ തന്നെ അധ്യക്ഷൻ. പിന്നെ കാര്യമായിട്ട് പ്രസംഗിക്കുന്ന ആരാ? അപ്പുറത്ത് അബ്ദുറഹ്മാൻ സലഫി സെക്രട്ടറി, ഇവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി മൂപ്പര്. അപ്പുറത്ത് PK ഹമൽ മദനി, അദ്ദേഹം തന്നെ ഇവിടെ. ഞങ്ങളിത് എത്രയോ വർഷങ്ങളായി കണ്ട് മടുത്ത് അതിനുള്ളിൽ ഫൈറ്റ് ചെയ്ത് ഒരു ഫലവും കാണാത്ത കൊണ്ടാണ് ഇത്തരം സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. കാരണം ഞങ്ങളിത് അറിഞ്ഞില്ല എന്ന് നിങ്ങൾ പറയരുത്. അതിനു വേണ്ടി മാത്രം. വളരെ ഗൗരവമുള്ള വിഷയമാണ് സുഹൃത്തുക്കളെ. സലഫി പ്രസ്ഥാനം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും സലഫി പ്രസ്ഥാനത്തിലേക്ക് ആയിരങ്ങളെ പതിനായിരങ്ങളെ കൊണ്ടുവരികയും ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വളരെ വ്യക്തമായ വ്യതിചലനത്തിലാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. സലഫി മൻഹജിൽ നിന്ന് അവർ തിരിഞ്ഞു പോയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രേഖകൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാവും. ഷുക്കൂർ സാഹിബിനെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി, കാണിച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോ ഇത്രയും ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി സംഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ, നേതാവ്, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് TK അഷ്റഫ് നിങ്ങളോട് സംസാരിക്കും. കൂടുതൽ വിഷയങ്ങൾ നിങ്ങൾക്ക് അത്യന്തം മനസ്സിലാക്കാം. ഞാൻ പറയാനുള്ളത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഓരോരുത്തരും പഠിക്കാൻ തയ്യാറാകണം. എന്താണ് വളരെ ആഴത്തിലുള്ള വിഷയമൊന്നുമില്ല. പഠിക്കാൻ തയ്യാറായി ബോധ്യപ്പെട്ടതിന്റെ നിനക്ക് ഇൽമില്ലാതെ, അറിവില്ലാത്തതിന്റെ പിറകെ നീ പോകരുത്. ഇൽമ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. ഇപ്പൊ രാവാ പകല, ഒന്നാകെ ഇരുട്ട് മൂടി, മഴ പെയ്തു, ഇരുട്ട് വന്നാൽ നമ്മൾ രാത്രി എന്ന് പറയോ? ഒരു കലാകാതെ. ഇതാണ് ഇൽമ് എന്ന് പറയുന്നത്. അതായത് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത ഒരു കാര്യത്തിനാണ് ഇൽമ് എന്ന് പറയാം. നമ്മളെ മലയാളത്തിൽ അറിവ് എന്ന് പറഞ്ഞാൽ ആ ആശയം കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ നിലക്കുള്ള ഒരു ഇൽമില്ലാതെ, അറിവില്ലാതെ നിങ്ങൾ ഒന്നിന്റെ പുറകെ പോകരുത്. അത് സംഘടനയാണ്, AP ആണ്, TP ആണെന്ന് വിചാരിച്ചിട്ട് വഴികേടിൽ പോകരുത് എന്ന് എൻ്റെ സഹോദരന്മാരെ ഞാൻ താക്കീത് ചെയ്യുന്നു. ഞാൻ എന്നെ പേരിൽ കളവ് പറഞ്ഞ ആ വമ്പൻ കളവ് പറഞ്ഞ അവനെ ഞാൻ താക്കീത് ചെയ്യുന്നു. വളരെ ഗൗരവത്തോടു കൂടി താക്കീത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ അയാൾ രക്ഷപ്പെടൂല. നിങ്ങൾക്കറിയാത്ത കാര്യം പറഞ്ഞതിന് ഈ ലോകത്ത് തന്നെ നിങ്ങൾ പരിഹാരം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാം, എൻ്റെയും നിങ്ങളുടെയും ജീവൻ അള്ളാഹുവിന്റെ അടുക്കലാണ്. എപ്പോഴാണ് നമ്മൾ മരണപ്പെട്ടു പോകാമെന്നറിയില്ല. അയാൾ പറഞ്ഞത് അയാളിലേക്ക് മടങ്ങി വന്നാൽ ആ രൂപത്തിൽ അയാൾ മരണപ്പെടേണ്ടി വരും. എത്ര മഹാദുരന്തമായിരിക്കും അത്. അതുകൊണ്ട് ആ കാര്യം അദ്ദേഹത്തെ അയാളെ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുവാനും പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാനും അള്ളാഹു നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ നേതാക്കന്മാർക്ക് അള്ളാഹു സൽബുദ്ധി തോന്നിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളുടെ മാതാപിതാക്കൾ, അതുപോലെ മക്കൾ, സഹോദരി സഹോദരന്മാർ, ഇവർക്കെല്ലാം അല്ലാഹു തആല ഹിദായത്തും തൗഫീഖും അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് കൺകുളിർമ, മക്കളിൽ നിന്ന് കൺകുളിർമ അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തിഹാദ് ഷുബാനുൽ മുജാഹിദിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് TK അഷ്റഫ്,
മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചതെന്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചുകൊണ്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا